ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം PMF എന്ന് പറയുന്നത് NCX P⁻X Q⁻n−x എന്നാണ്. അതിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് 0 to n വരെയാണ് കൊടുക്കുക. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. Q എന്ന് പറയുന്നത് 1 - P ആണ്. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ P മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. ഇനി നമുക്ക് മീനിൻ്റെ ഇക്വേഷൻ അറിയാം. E(x) = summation of x into x f(x) എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. summation of x into x. നമുക്ക് f(x)ന് പകരം നമ്മുടെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. NCX P⁻x Q⁻n−x. നമുക്ക് എക്സിന് ലിമിറ്റ് കൊടുക്കണം. നമ്മൾ എക്സ് എന്ന് പറയുന്നത് 0 മുതൽ n വരെ ഉള്ളതാണ്. അപ്പോൾ 0 to n ആണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എക്സിന് 0 to n ആണ്. ഇനി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ മൊത്തം 0 ആയി പോകും. അപ്പോൾ നമ്മൾ എക്സിന് 1 മുതലുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. ഇനി നമുക്കിതിൽ NCXൻ്റെ ഒരു ജനറൽ ഫോർമുല എഴുതാം. NCX = n factorial by x factorial into n minus x factorial. ഇതൊരു ജനറൽ ഇക്വേഷനാണ് NCXൻ്റെ. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n factorial by x factorial into n minus x factorial into അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ P(x)ഉം P⁻x ഉം Q⁻n−x അതുപോലെ എടുത്ത് എഴുതി. ഇവിടെ x ഉണ്ട് കേട്ടോ, എക്സും എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി നമുക്കിതിൽ x ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ നമുക്ക് മാറ്റി എഴുതാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5 into 4 ഫാക്ടോറിയൽ ആണ്. അതുപോലെ x ഫാക്ടോറിയൽ എന്ന് പറയുന്നത് x into x - 1 ഫാക്ടോറിയൽ ആക്കി നമുക്ക് എഴുതാം. നമുക്ക് n ഫാക്ടോറിയൽ അതുപോലെ എഴുതാം. n ഫാക്ടോറിയൽ = n into n - 1 ഫാക്ടോറിയൽ. ഇത് നമുക്കിത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. summation of x = 1 to n x into n into n - 1 factorial by x into x - 1 factorial into n minus x factorial. ഇനി നമുക്ക് P⁻x പകരം നമുക്ക് P into P⁻x - 1 എഴുതാം. ആക്ച്വലി ഇവിടെ P⁻1 ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ പവേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ 1 + x - 1 എന്ന് പറയുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1ഉം 1ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് P⁻x തന്നെ കിട്ടും. ഇനി നമുക്ക് Q⁻n−x അതുപോലെ എടുത്തെഴുതാം. നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം ഇക്വേഷനിൽ നിന്ന്. ബാക്കിയുള്ളത് നമുക്ക് എടുത്തെഴുതാം. അതിൽ നമ്മൾ NP നമ്മൾ ഔട്ട് സൈഡ് എടുത്തെഴുതും. ബാക്കിയുള്ള ഇക്വേഷൻ സെയിം അതുപോലെ തന്നെ എഴുതാം. NP into summation of x = 1 to n - 1 factorial by x - 1 factorial into n minus x factorial. പിന്നെ P⁻x - 1 Q⁻n−x അത് അതുപോലെ തന്നെ എടുത്തെഴുതി. ഇനി നമ്മൾ n - 1ന് നമ്മൾ m ഒന്നും കൊടുക്കണു, x - 1ന് നമ്മൾ y ഒന്നും കൊടുക്കണം. അപ്പോൾ നമുക്ക് m - y ചെയ്യുമ്പോൾ m - y നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് n - 1 minus x - 1 കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ n - 1 - x + 1 കിട്ടും. 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n - x എന്ന് കിട്ടും. അതായത് m - y എന്ന് പറയുന്നത് n - x എന്നാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ കിട്ടിയ വാല്യൂസ് എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. NP into summation of ഇനി നമുക്ക് എക്സിൻ്റെ ടേംസ് മാറ്റിയിട്ട് നമുക്ക് വൈൻ്റെ ടേംസിലേക്ക് എഴുതണം ലിമിറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിൻ്റെ ലിമിറ്റ് നമുക്ക് വൈൻ്റെ ലിമിറ്റിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യണം. x = 1 എന്നുള്ളതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്. അപ്പോൾ x = 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി നമ്മൾ y = x - 1 നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ y = 1 - 1 = 0 കിട്ടി. അപ്പർ ലിമിറ്റ് x n ആവുന്ന കണ്ടീഷനിൽ y = n - 1 ആണ്. n - 1 എന്ന് പറയുന്നത് m ആണ് നമ്മൾ ഓൾറെഡി എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. y എന്ന് പറയുന്നത് m ആണ്. ഇനി നമുക്കത് എഴുതാം. y = 0 to m എഴുതി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m factorial by y factorial into m minus y factorial എഴുതി.
പി റേസ് ടു വൈ ഇൻറ്റു ക്യൂ റേസ് ടു എം മൈനസ് വൈ എന്ന് എഴുതി. ഇനി നമുക്ക് എൻ പി ഇൻറ്റു ഈ മൊത്തം ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് ക്യൂ പ്ലസ് പി ഓൾ റേസ് ടു എം എന്നാണ് എഴുതുക. അതായത് ഈ ടോട്ടൽ ഇക്വേഷൻ നമ്മൾ ക്യൂ പ്ലസ് പി ഓൾ റേസ് ടു എം എഴുതാം. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ ക്യൂ പ്ലസ് പി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എൻ പി ഇൻറ്റു 1 റേസ് ടു എം നമുക്ക് കിട്ടും. സോ 1 റേസ് ടു എനി നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എൻ പി എന്നുള്ള ഇക്വേഷൻ കിട്ടും.